ഹലോ ഫ്രണ്ട്സ്, പെരളശ്ശേരി ശ്രീ മുരുക ക്ഷേത്രത്തെയും അതിന്റെ ക്ഷേത്രക്കുളത്തെ പറ്റിയുമുള്ള വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. കണ്ണൂർ ടൗണിൽ നിന്നും ഏകദേശം 15 കിലോമീറ്റർ അകലെയുള്ള പെരളശ്ശേരി എന്ന മനോഹരമായ ഗ്രാമത്തിലാണ് പ്രസിദ്ധമായ പെരളശ്ശേരി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ പ്രധാനപ്പെട്ട മുരുക ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. പുരാതന കേരള ശൈലിയിൽ നിർമ്മിതമായ ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ഘടകം അതിന്റെ ക്ഷേത്രക്കുളമാണ്. ഇത് കേരളത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രക്കുളങ്ങളിൽ ഒന്നാണ്. ചുറ്റും അനവധി നില പടികളോടുകൂടി താഴേക്കിറങ്ങി എത്താവുന്ന ഈ കുളം അതിമനോഹരമാണ്. ഈ കുളം പണിതത് 1500 വർഷങ്ങൾക്ക് മുമ്പാണ് എന്ന് പറയപ്പെടുന്നു. ക്ഷേത്രത്തിലെ രാമപീഠം മറ്റൊരു പ്രത്യേകതയാണ്. ഇതിനെപ്പറ്റി നിലനിൽക്കുന്ന ഒരു ഐതിഹ്യമുണ്ട്. അതിനായി മക്രേരി ഹനുമാൻ സ്വാമി ക്ഷേത്രത്തെ പറ്റി കൂടി അറിയേണ്ടതുണ്ട്. ഗുരുവായൂരിന് മമ്മിയൂർ എന്ന പോലെ, തിരുനെല്ലിക്ക് തൃശ്ശിലേരി എന്ന പോലെ പെരളശ്ശേരിക്ക് മക്രേരി എന്നാണ് വെയ്പ്പ്. ത്രേതായുഗത്തിൽ ശ്രീരാമലക്ഷ്മണന്മാർ വനവാസകാലത്ത് ഇന്നത്തെ പെരളശ്ശേരിയിൽ തങ്ങിയപ്പോൾ ഭക്തജന രക്ഷയ്ക്കായി ഭഗവാൻ ശ്രീരാമനും സീതാദേവിക്കും തുല്യമായ ഒരു വിഗ്രഹം പ്രതിഷ്ഠിച്ച് അനുഗ്രഹിക്കണമെന്ന് ഹനുമാൻ ശ്രീരാമദേവനോട് അപേക്ഷിച്ചു. ശ്രീരാമന്റെ അനുവാദത്തോടെ ലക്ഷണമൊത്ത വിഗ്രഹത്തിനായി സരയൂ നദിയിൽ പോയ ശ്രീ ഹനുമാൻ മടങ്ങിയെത്താൻ വൈകിയതിനാൽ അക്ഷമനായ ശ്രീരാമൻ തന്റെ കയ്യിലണിഞ്ഞ പെരുവള ഊരി പ്രതിഷ്ഠിച്ചു. ആയതിനാൽ പെരുവളശ്ശേരി എന്നറിയപ്പെട്ട സ്ഥലമാണ് ഇന്നത്തെ പെരളശ്ശേരി. പ്രതിഷ്ഠാ മുഹൂർത്തത്തിൽ എത്താൻ പറ്റാത്തതിലുള്ള ഹനുമാന്റെ പശ്ചാത്താപം കണ്ട് ശ്രീരാമൻ സ്വാന്തനിപ്പിക്കുകയും കൊണ്ടുവന്ന വിഗ്രഹം ഒരു ചുവട് വടക്കുമാറി ഹനുമാൻ തന്നെ പ്രതിഷ്ഠിച്ച് ഭക്തസേവ നടത്തണമെന്നും പെരളശ്ശേരി എത്തുന്ന ഭക്തർ മക്രേരി ദർശനം കൂടി നടത്തിയാലേ അവർക്ക് പരിപൂർണ ഫലപ്രാപ്തി കൈവരികയുള്ളൂ എന്നും അരുളി ചെയ്തു. അതുപ്രകാരം ശ്രീ ഹനുമാൻ സ്വാമി പ്രതിഷ്ഠ നടത്തുകയും അഭിഷേക ജലത്തിനായി വാൽ കൊണ്ടടിച്ച് വലിയ ചിറ പ്രത്യക്ഷപ്പെടുത്തുകയും ചെയ്തു.